സമയത്തുണ്ടല്ല നമുക്ക് കിട്ടണ ഭക്ഷണത്തിന്റെ സ്വാദ് എന്ന് പറഞ്ഞിട്ടല്ല അത് വേറെ തന്നെയാണ്. കാരണം ഇന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടാ. അപ്പൊ അതൊന്നും ഞാൻ ഷെയർ ചെയ്യാലാന്ന് വെച്ച്. കാരണം ഇന്ന് രാവിലെ തൊട്ട് നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. കാരണം നമ്മുടെ സൈക്കിള് വീണ്ടും കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ തള്ളിക്കൊണ്ടുള്ള യാത്ര തന്നെയായിരുന്നു. വീണ്ടും ഒരുപാട് വണ്ടികൾ ഞാൻ കൈ കാണിച്ചിട്ടാ, ഒന്നും നിർത്തിയില്ല. അങ്ങനെ നമ്മൾ സിൽച്ചാർ എത്തി. ഇവിടെ അടുത്തൊരു കടയുണ്ട്, പക്ഷെ ഇന്ന് നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് നാളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അത് കാരണം ഒരു പെട്രോൾ പമ്പ് കിട്ടി. അവിടെ ടെന്റ് അടിക്കാൻ നോക്കിയപ്പോൾ നമ്മുടെ ആ ടെന്റിന്റെ സ്റ്റിക്കില് അതിന്റെ ആ വള്ളി പൊട്ടിപ്പോയി. അങ്ങനെ അത് പണിയായിട്ട് ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു വള്ളി കൂടെ സ്പെയർ ഇരിപ്പുണ്ടാകുന്നത്. അന്ന് നമ്മൾ ചേഞ്ച് ചെയ്തൊരു വള്ളിയുടെ ബാക്കി ഇരിപ്പുണ്ടാകുന്നത്. അത് വെച്ച് സെറ്റാക്കി നമ്മൾ ടെന്റ് അടിച്ച്. ആ ഒരു സമയത്ത് ഒരു പുള്ളി വന്നിട്ട് ആ പുള്ളി വന്ന് സംസാരിച്ച്. കാരണം പുള്ളിനോട് ആരൊക്കെയോ പറഞ്ഞു ഞാൻ ഇങ്ങനെ വന്ന കാര്യം. എനിക്ക് പുള്ളിക്ക് എന്നെ അറിയില്ലായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഇതൊക്കെ കണ്ട പുള്ളി എന്നോട് പറഞ്ഞു, നീ എൻ്റെ വീട്ടിലേക്ക് വാ, ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവിടെ നയിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി ടെന്റ് അടിച്ചു പോയി, എൻ്റെ സൈക്കിളായിട്ട് അവിടെ വരെ വരണ്ടേ, അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവുന്ന. പുള്ളി പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു ബിഗ് ഷോപ്പറിൽ ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് പാവോട്ട് നല്ല ചോറും നല്ല മുട്ടക്കറിയും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. ഞാൻ ആലോചിക്കായിരുന്നു, കാരണം പുള്ളിയുടെ ആ ഒരു സ്നേഹമില്ലേ, സ്നേഹത്തോടെ തന്ന ഒരു ഭക്ഷണം നമ്മൾ അതൊന്നും ചോദിച്ചിട്ടില്ല പുള്ളിനോട്. പക്ഷേ പുള്ളി തന്നതിൻ്റെ ആ ഒരു സ്നേഹമില്ലേ, ആ ഒരു സ്നേഹമാണ് ആ ഭക്ഷണത്തിൻ്റെ ആ ഒരു രുചി എന്ന് പറയാണ്ടല്ലോ. കാരണം പുള്ളി നാളെയും ഭക്ഷണം ഒന്ന് കൊണ്ടുവരാന്ന് പറഞ്ഞ് രാവിലെ പാവോട്ടാ. ഭയങ്കര സന്തോഷിച്ചു. അപ്പോൾ അതൊന്നും എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടാ. അപ്പോൾ അതാണ് ഇങ്ങനെ വീഡിയോ എടുത്ത.